കീർത്തനം ആലപിക്കുന്നത് ബ്രിജില സുനിൽകുമാർ. അഞ്ജനേയന് സദാകാലവും മുഖ്യപ്രാണൻ ശ്രീരാമനാമമല്ലേ. ഈ ഉദ്ഘാടനത്തിന് വേണ്ടിയും ഉദ്ഘാടക പ്രസംഗത്തിന് വേണ്ടിയും ഞാൻ ശ്രീ സോഗൻ റോയ് അവരെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സാഹിത്യലോകത്ത് ഉദിച്ചു വരുന്ന നക്ഷത്രങ്ങളെ, ഈ അനന്തമായ ആകാശത്തിൽ ഒരുപാട് നക്ഷത്രങ്ങൾ പൊലിഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ നമുക്ക് പ്രിയപ്പെട്ടവ പൊലിയുമ്പോൾ അത് നമ്മളുടെ നഷ്ടമായി മാറും. ഇന്നിവിടെ അങ്ങനെ പൊലിഞ്ഞു പോയ 2 നക്ഷത്രങ്ങളെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. സാഹിത്യം പറഞ്ഞ രാഷ്ട്രീയക്കാരനും ഒരാൾ രാഷ്ട്രീയം പറഞ്ഞ സാഹിത്യകാരനുമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രീ സുകുമാർ അഴീക്കോട് അദ്ദേഹത്തിൻ്റെ ഈശാവാസ്യ ഉപനിഷത്തിലെ ഏറ്റവും അന്തസ്സത്തായ ഓം പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദശ്യതയെ എന്ന് ആരംഭിക്കുന്ന ആ ഒരു ശാന്തി മന്ത്രം ഡാം 999 നൽകിയ സംഭാവന, അല്ലെങ്കിൽ അതിലെനിക്ക് ഒരു തുണയായി മാറിയത് ഏത് വാക്കുകൊണ്ട് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ആ ചിത്രം കണ്ടവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ആരംഭിക്കുന്നത് ഈ ശാന്തി മന്ത്രത്തിലൂടെയാണ്. നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും എത്രയോ അപ്പുറത്തുള്ള ഒരർത്ഥതലത്തിലുള്ള വാക്കുകളാണത്. അതിന് അദ്ദേഹം നൽകിയ ഭാഷ്യം ഒരു പക്ഷേ സംസ്കൃതം മനസ്സിലാകാത്ത ഒരു ലോകത്തിന് ഏറ്റവും മനസ്സിലാകാവുന്ന രീതിയിൽ അദ്ദേഹം അത് പറഞ്ഞു തരികയും അതിൽ അദ്ദേഹത്തിലൂടെ ആയിരിക്കാം ഒരു പക്ഷേ എന്നിലേക്ക് അത് കടന്നെത്തിയത്. ഈ സിനിമ ആരംഭിക്കുന്നത് തന്നെ അതിലൂടെയാണ്. ഒരു പക്ഷേ ഇതിൻ്റെ തിരക്കഥയും ഇപ്പോൾ 2 ദിവസത്തിന് മുമ്പ് ഇതിന് നോവലും ഓസ്കാർ ലൈബ്രറിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു പക്ഷേ അത് ആരംഭിക്കുന്നത് ഈ 4 വരിയിലൂടെ ആയതുകൊണ്ടായിരിക്കാം. അത് ഒരു പക്ഷേ പെട്ടെന്ന് ഇത് റിവ്യൂ ചെയ്യാനിരുന്നവർ പെട്ടെന്ന് ശ്രദ്ധിച്ചത്. അതിലൂടെയായിരിക്കാം അതിൻ്റെ ഉള്ളിലേക്ക് അവർ ആ ഒരു ആംഗിളിലൂടെ കാണാൻ ശ്രമിച്ചത്. അതുതന്നെയായിരിക്കാം അത് തിരഞ്ഞെടുക്കപ്പെടുവാനുള്ളതും ചർച്ച ചെയ്യപ്പെടുവാനുള്ള കാരണമായത്. നമ്മളുടെ മനസ്സിൻ്റെ ഭക്ഷണമാണെന്ന് മനസ്സിലാക്കുകയും അതിൽ തന്നെ വിഷലിപ്തമായിട്ടുള്ള ഭക്ഷണമുണ്ടെന്നും നമ്മൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ അത് നമ്മൾക്ക് തന്നെ ഹാനികരമായി മാറും എന്നും ഉള്ള ചില സത്യങ്ങൾ പിന്നീട് ആദ്യകാലത്തൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നീട് അത് മനസ്സിലാക്കി തന്നത് ഇതുപോലുള്ള എഴുത്തുകാരാണ്. ഹെൽത്തി ഫുഡ് പോലെ ഇത് നല്ല നല്ല ബുക്കുകളിലൂടെ നമ്മളുടെ വായനയുടെ യാത്ര മാറ്റണമെന്ന് കാണിച്ചു തന്നതും ഇതുപോലുള്ള നക്ഷത്രങ്ങളാണ്. അവരുടെ മുന്നിൽ ഒരിക്കൽ കൂടി പ്രണമിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. സാഹിതീസാന്ദ്രമായ ഈ സായാഹ്നത്തിൽ പാം സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ളത് പാം പുസ്തകപ്പുരയുടെ കഴിഞ്ഞ വർഷത്തെ സംഘടനാ റിപ്പോർട്ടാണ്. സിനിമാക്കാരെ കൊണ്ടുവരാനും മറ്റ് പരിപാടികളൊക്കെ നടത്താനും ഒക്കെ ഒട്ടേറെ പ്രോത്സാഹനങ്ങൾ കിട്ടും. പക്ഷേ സാഹിത്യ പ്രവർത്തന രംഗത്ത് ഈ അടുത്ത കാലത്താണ് ആ ഒരു പ്രവണതയുള്ളത് എങ്കിൽ പോലും സാഹിത്യ പ്രവർത്തന രംഗങ്ങളുമായി സഹകരിക്കാനും അതിനെ പിന്തുണയ്ക്കാനും വളരെ ചെറിയ ഒരു ശതമാനം ആളുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പാം പുസ്തകപ്പുരയുടെ പ്രവർത്തനങ്ങളിൽ ഇതിൻ്റെ അമരക്കാർ എത്രയേറെ ക്ലേശകരമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്കൊക്കെ കഴിയും.